ഒരു മെറ്റൽ സ്റ്റെയർകേസ് ചെയ്യുന്ന സമയത്ത് ഡ്രോയിങ്ങിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നമ്മളുടെ ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമൻറ്റ്സ് കിട്ടാറുണ്ട്. ഇതിൻ്റെ തംബ്നെയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇതിൻ്റെ മെറ്റൽ സ്റ്റെയർകേസിൽ വർക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട്. മെറ്റലിൻ്റെ വർക്ക് ചെയ്തത് ഫിനിഷിംഗ് ഉണ്ട്, വെൽഡിങ് കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മെഷർമെൻറ്റ്സിൽ ഫുൾ മിസ്റ്റേക്സ് ഉണ്ട്. ഫസ്റ്റ് സെക്കൻഡ് ഫ്ലൈറ്റിലൊക്കെ ഉള്ള മെഷർമെൻറ്റ്സ് ഒരുപാട് റോങ് ആണ്. അതുപോലെ തന്നെ സ്ട്രക്ചർ ഫെയിൽ എന്ന് ഞാൻ പറയുന്നത് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് 6:3 ട്യൂബ് കുറച്ച് തിക്നെസ് കുറവെന്ന് മാത്രമേ ഉള്ളൂ. അത് കുറച്ചും കൂടെ തിക്നെസ് കൊടുക്കായിരുന്നു എന്നുള്ളൂ. ഇതിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ്സ് ഒന്ന് എടുക്കാം. നമുക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് 344 സെൻറ്റിമീറ്ററാണ് ടോട്ടൽ ലെങ്ത്ത്. അവിടെ 11 സ്റ്റെപ്പാണ് ഇപ്പോൾ നിലവിൽ ചെയ്ത ടീം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഇതിൻ്റെ ഇനി ടോട്ടൽ വിഡ്ത്ത് നമുക്ക് നോക്കാം. 457 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഈ സ്ട്രക്ചർ ചെയ്തത് വേറെ ഏതോ ടീം ചെയ്ത് പോയതാണ്. ഇതിൽ നമ്മൾ വുഡ് വർക്കിന് വേണ്ടി വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു മിസ്റ്റേക്സ് കണ്ടത്. കാരണം വുഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനൽ ഫിനിഷിങ്ങിലോട്ട് വരുമ്പോൾ ഇതിന് കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് നമുക്ക് ചവിട്ടി ഇറങ്ങാനൊന്നും കിട്ടില്ല. സെക്കൻഡ് ഫ്ലൈറ്റ് 256 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഹൈറ്റും കൂടി നോക്കാം. ഹൈറ്റ് 346.8 mm, അതായത് 347 സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് ഹൈറ്റ് കണക്കാക്കാം. ഇപ്പോൾ ഇവിടെ ഇവർ ചെയ്ത് വെച്ച പ്രകാരം നമുക്ക് ഫസ്റ്റ് ഫ്ലൈറ്റിൽ 344 ടോട്ടൽ ലെങ്ത്ത് നമ്മൾ പറഞ്ഞു. അതിൽ 105 സെൻറ്റിമീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് സ്പേസ് കണ്ടിട്ടുണ്ട്. ലാൻഡിങ്ങിന് 105 സെൻറ്റിമീറ്റർ 105 സെൻറ്റിമീറ്റർ ലാൻഡിങ്ങിന് വിട്ടപ്പോൾ ബാക്കി 344 നമുക്ക് 105 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള അളവ് 235 സെൻറ്റിമീറ്ററോളൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ആ 235 ഒരിക്കലും 11 സ്റ്റെപ്പ് പോസിബിൾ ആവില്ല കേട്ടോ. അതുകൂടാതെ ഇതിൻ്റെ ഹൈറ്റിലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഹൈറ്റ് ഇപ്പോൾ ഇതിൽ മരം അടക്കം കൊടുക്കുന്ന സമയത്ത് 27 സെൻറ്റിമീറ്ററൊക്കെ ഹൈറ്റ് വരുന്നുണ്ട്. ഇനി മരം ഇല്ലാതെ നോക്കിയാൽ പോലും നമുക്ക് ടോട്ടൽ ഹൈറ്റ് ഒരു സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത് 23 സെൻറ്റിമീറ്ററാണ്. അടുത്ത സ്റ്റെപ്പുകളിലൊക്കെ നമുക്ക് ഹൈറ്റ് ചെക്ക് ചെയ്യാം. ഇതിലൊക്കെ വരുന്നത് 17 സെൻറ്റിമീറ്റർ 17.7 ആ രീതിയിലാണ് ഹൈറ്റ് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു വലിയൊരു പ്രോബ്ലം ആയിടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ കുറച്ച് ഏജ് ആയ ആളുകൾക്കൊക്കെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഹൈറ്റ് കൊടുത്തത് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ 28 സെൻറ്റിമീറ്ററൊക്കെ ഭയങ്കര ഓവർ ഹൈറ്റാണ്. 18 സെൻറ്റിമീറ്റർ വരെ മാക്സിമം കൊടുക്കാൻ പാടുള്ളൂ. 18 തന്നെ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 16 സെൻറ്റിമീറ്റർ ഒക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റെക്ടിഫൈ ചെയ്യാന്നുള്ളത് നോക്കാം. ഇതൊന്ന് നമുക്ക് മാറ്റി വരച്ച് നോക്കാം. ഈ അളവുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഫ്ലൈറ്റിൽ ഹൈറ്റ് വരുന്നത് ഇവിടെ ഇനി ലാൻഡിങ്ങിൽ വുഡ് കൊടുക്കാനുണ്ട്. ഇപ്പോൾ നിലവിലുള്ളത് 22 സെക്കൻഡ് ഫ്ലൈറ്റിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ നിലവിലുള്ളത് 14 സെൻറ്റിമീറ്റർ മാത്രമാണ്. അപ്പോൾ ഒരുപാട് ഹൈറ്റിൽ റേസറിലും ത്രെഡിലും വ്യത്യാസമുണ്ട്. നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത് ത്രെഡാണ്. ത്രെഡ് നമ്മൾ ചവിട്ടി കയറുമ്പോൾ മിനിമം 10 ഇഞ്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കാല് തട്ടി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ 8.25 ഇഞ്ചൊക്കെയാണ് കിട്ടുന്നത്. 22 സെൻറ്റി 21 സെൻറ്റിയൊക്കെയാണ് നമുക്ക് ചവിട്ടാനുള്ള സ്പേസ് കിട്ടുന്നത് എന്നുള്ളതാണ്. 25 സെൻറ്റിമീറ്റർ നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോൾ നമുക്ക് നിലവിൽ ഇവരിപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രകാരമുള്ള അളവുകൾ ഞാൻ നിങ്ങൾക്കൊരു റഫായിട്ടൊരു ഡ്രോയിങ്ങിൽ കാണിച്ചു തരാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു CAD ഡ്രോയിങ്ങിൽ ഇപ്പോൾ എത്ര വലിയ ടീമാണെങ്കിലും നമ്മളൊരു ടീമിനെ താഴ്ത്തി പറയുമല്ല. നമുക്ക് സിമ്പിളായിട്ടൊരു പേനയും പേപ്പറും എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് ഹൈറ്റ് ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നിലവിൽ ചെയ്ത് വെച്ചിരിക്കുന്ന അളവിലുള്ള ഒരു ഡ്രോയിങ് ഞാൻ റഫായിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ വരച്ച് കാണിക്കാം. അതുപോലെ തന്നെ ഇത് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും കാണിക്കാം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ലാൻഡിങ്ങിൻ്റെ താഴെയുള്ള വിൻഡോ കാണാം. ആ വിൻഡോൻ്റെ മുകളിലൂടെ ലാൻഡിങ് വേണം എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ലുക്കിന് വേണ്ടിയിട്ട് ലാൻഡിങ് അതിന് മുകളിൽ കൊടുത്തു. അങ്ങനെ ആ ലെവലിൽ ലാൻഡിങ് സെറ്റ് ചെയ്തപ്പോൾ പിന്നെ ബാക്കിയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു പോയതാണ് സംഭവിച്ചതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ പൈപ്പ് കൊടുത്തിരിക്കുന്ന 6:3 കുറച്ച് തിക്നെസ് കുറവുള്ളൊരു ട്യൂബാണ് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സിംഗിൾ സ്ട്രിങ് മെറ്റൽ സ്റ്റെയർകേസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് 6:3 ഓക്കെയാണ്, 5:5 ഓക്കെയാണ്, 6:6 ട്യൂബ് ഓക്കെയാണ്. പക്ഷേ തിക്നെസ് നിങ്ങൾ ഈ 10 സ്റ്റെപ്പ് 11 സ്റ്റെപ്പൊക്കെ വരുന്ന സമയത്ത് മിനിമം 3.6 4 mm തിക്നെസ്സിലുള്ള ട്യൂബുകളൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിന് ചെയ്ത വർക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് വെൽഡിങ്, അതിൻ്റെ കട്ടിങ് ക്വാളിറ്റി, അതിൻ്റെ ബാക്കിയുള്ള വർക്കുകൾ ഫിനിഷിംഗ് ഉണ്ട്. ഇതിൽ മെഷർമെൻറ്റ്സ് മാത്രമാണ് മെയിനായിട്ട്
പ്രോബ്ലം വന്നത്. ശരിക്കും മെറ്റൽ സ്റ്റെയർ കേസിൽ മെഷർമെൻറ്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതും അത്തരത്തിലാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഡ്രോയിങ് ഒന്ന് നോക്കാം. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന അളവ് ഞാൻ ആദ്യം നിങ്ങളെ വരച്ച് കാണിക്കാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ച് കാണിക്കാം. ഈ രണ്ട് രീതിയിലും കാണിക്കാം. ശരിക്കും ഇതിൽ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അതും കാണിക്കാം. നിലവിൽ അവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലുള്ള മെഷർമെൻറ്റ്സ് ആണിത്. നമ്മൾ ഫസ്റ്റ് വാളിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങുന്നത് ഈ ഭാഗം വരെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 344 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത്ത്. അപ്പോൾ ഈ 344 സെൻറ്റിമീറ്ററിൽ അവർ ലാൻഡിങ് ഓൾറെഡി 105 സെൻറ്റിമീറ്റർ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്, വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട് 105 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 105 സെൻറ്റിമീറ്ററിൽ നിന്ന് നമുക്ക് ഈ 344 മൈനസ് ചെയ്ത് പോയി, കാരണം ഇവിടെ 105 നമുക്ക് പോയി കഴിഞ്ഞു. ബാക്കിയുള്ള അളവിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 344 മൈനസ് 105 സെൻറ്റിമീറ്റർ, ബാക്കി നമുക്ക് 239 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഈ ലാൻഡിങ് കഴിഞ്ഞാൽ ഇവിടുത്തെ ലെങ്ത്ത് ബാക്കിയുള്ളത് 239. അപ്പോൾ ഈ 239 നിലവിൽ ഇവർ 11 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 239 ഡിവൈഡഡ് ബൈ 11 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 21.7 സെൻറ്റിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. വളരെ കുറവാണ്. 25 സെൻറ്റിമീറ്റർ മിനിമം വെക്കേണ്ടതാണ്, 21 എന്നുള്ളത് കുറവാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ തട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഒരു മിസ്റ്റേക്ക് ഇവിടെ. രണ്ടാമത് റേസർ ഹൈറ്റ്, നമുക്ക് ടോട്ടൽ ഹൈറ്റ് നമുക്ക് എത്രയാണ്, 347 ആണ്. അപ്പോൾ 347 നമ്മൾക്ക് ടോട്ടൽ ഇവിടെ നിലവിൽ 11, 12, 13 സ്റ്റെപ്പ് ഇവിടെ വന്നിട്ടുണ്ട് ലാൻഡിങ്ങിൽ. ടോട്ടൽ 19 സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം 19 സ്റ്റെപ്പ് ആകുമ്പോൾ 20 റേസറാണ് വരിക. 347 ഹരിക്കണം 20, 17.35 വരേണ്ടത്. ശരിക്കും ഇതാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് 27 സെൻറ്റിമീറ്റർ ഹൈറ്റ് വുഡ് ഇടുമ്പോൾ വരുന്നുണ്ട്. വുഡില്ലെങ്കിൽ 22 സെൻറ്റിമീറ്ററോളം ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നുണ്ട്. അത് ശരിക്കും കൂടുതലാണ്, ഒരുപാട് കൂടുതലാണ്. അത് ഇത്തരത്തിലുള്ള ഹൈറ്റ് ഇവിടെ വരാനുള്ള മെയിൻ കാരണം നമുക്കൊരു വിൻഡോ, ഈ ലാൻഡിങ്ങിൻ്റെ താഴെയായിട്ട് ഒരു വലിയ വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോക്ക് ടോപ്പിലൂടെ ഈ ലാൻഡിങ് വേണം എന്നുള്ള രീതിയിൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ലാൻഡിങ് സെറ്റ് ചെയ്തപ്പോൾ ബാക്കിയുള്ള അളവിനെ ഇവർ ഡിവൈഡ് ചെയ്തതാണെന്നുള്ളതാണ് പ്രശ്നമായത്. പക്ഷേ ഇത് നമുക്ക് എങ്ങനെ ഇനി ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ഡ്രോയിങ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ അതിനൊരു സജഷനായിട്ട് തരുന്ന ഡ്രോയിങ് എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ ലെങ്ത്ത് 344 സെൻറ്റിമീറ്റർ ഈ ഭാഗത്തുണ്ട്. അതുപോലെ 457, 356 ഈ മെഷർമെൻറ്റ്സ് ആണ് അവിടെ നിലവിൽ സൈറ്റിൽ ഉള്ള മെഷർമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഇതിൽ 1-2 ചേഞ്ചസ് വരുത്താം. ഒന്നാമത്തെ ചേഞ്ച്, ഇവിടെ 105 സെൻറ്റിമീറ്റർ ആണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് 90 സെൻറ്റിമീറ്റർക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 344 ടോട്ടൽ ഉള്ളത് 344 മൈനസ് 90, ലാൻഡിങ്ങിന് 90 പോയാൽ 254 സെൻറ്റിമീറ്റർ ബാക്കി ഉണ്ടാവും. അപ്പോൾ 254 നമുക്ക് ഹരിക്കണം 10, 25.4 സെൻറ്റിമീറ്റർ നമുക്ക് ഇവിടെ ഓരോ സ്റ്റെപ്പിൻ്റെ അളവും കിട്ടും. 10 സ്റ്റെപ്പ് കൊടുത്താൽ മതി. ഈ 10 സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ഇനി ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 347 സെൻറ്റിമീറ്റർ. ഇവിടെ നമ്മൾ ടോട്ടൽ 19ഉം 20 റൈസറാണ്. 19 ഒന്നും 20 സ്റ്റെപ്പ് കൊടുക്കണം കേട്ടോ, 20 സ്റ്റെപ്പ് കൊടുക്കണം. 20 സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ 19 സ്റ്റെപ്പ് കൊടുക്കുക, 20 റൈസർ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യാം. 347 ഹരിക്കണം 20, 19 സ്റ്റെപ്പ് 20 റൈസർ. അപ്പോൾ 17.3 കിട്ടുക. ഒരു സ്റ്റെപ്പിൻ്റെ അളവ് 17.35 ഹൈറ്റ് വരേണ്ടത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു വിൻഡോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലാൻഡിങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് 10 സ്റ്റെപ്പ്, 10ഉം 11, 12 ഈ ലാൻഡിങ്ങിന് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 12ാമത്തെ റൈസർ സ്റ്റെപ്പ് ഇവിടെ വരും. ഇത് 13ാമത്തെ സ്റ്റെപ്പാണ്, 13 റൈസർ. അപ്പോൾ 17.35 ഇൻറ്റു 13 റൈസർ കൊടുത്താൽ 225 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഹൈറ്റ് നമുക്ക് ക്ലിയറൻസ് കിട്ടുക. ഇവിടെ നമുക്ക് വിൻഡോൻ്റെ ഹൈറ്റ് വരുന്നത് ഫ്ലോർ ലെവലിൽ നിന്ന് 215 സെൻറ്റിമീറ്റർ ആണ്. അപ്പോഴും കറക്റ്റ് ക്ലിയറൻസ് കിട്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ സൈറ്റിൽ പിന്നെ ഈ വിൻഡോൻ്റെ ടോപ്പിലൂടെ കറക്റ്റ് കൊടുക്കാനും പറ്റുക,
ഈ ഒരു ലുക്കിൽ സ്റ്റെയർ കൊടുക്കാനും പറ്റുക എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ട് വരുന്ന രീതി. പക്ഷേ ഇവിടെ ലാൻഡിങ്ങിൽ സ്പ്ലിറ്റിംഗ് ലാൻഡിങ് കൊടുക്കണം എന്നല്ല, 45 ഡിഗ്രിയിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ലാൻഡിങ് കൊടുക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഈ സൈറ്റിൽ വരേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലാണ്. ഇങ്ങനെ സ്റ്റെപ്പുകൾ കൊടുത്ത് ഇവിടെ കോർണർ ലാൻഡിങ് കൊടുത്ത് ഇവിടെയും സ്റ്റെപ്പുകൾ കൊടുത്ത് ഇവിടെ കോർണർ ലാൻഡിങ് കൊടുത്ത് ലാസ്റ്റ് ഇത്തരത്തിൽ സ്റ്റെപ്പ് കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ലാൻഡിങ്ങിൻ്റെ താഴെയുള്ള ആ വലിയ വിൻഡോ, ആ വിൻഡോക്ക് ഇത്തരത്തിൽ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നാമത്തെ രീതിയിൽ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ലാൻഡിങ് വരും. പിന്നീട് പോണത് ഈ വിൻഡോനെ ക്രോസ് ചെയ്തിട്ട് പോകും. ഈ വിൻഡോൻ്റെ വ്യൂ ക്രോസിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലാൻഡിങ് വിൻഡോൻ്റെ മുകളിൽ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ അളവുകളിൽ ഉള്ള മിസ്റ്റേക്ക് വന്നതാണ്. ആ മിസ്റ്റേക്ക് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഒരു മോഡൽ, ലാൻഡിങ് സ്പ്ലിറ്റ് ചെയ്ത മോഡൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സ്റ്റെയർ കേസുകൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഡ്രോയിങ് വെച്ചിട്ട് തന്നെ ചെയ്യുക. ഡ്രോയിങ് എത്ര വേണ്ട എന്ന് പറഞ്ഞാലും CAD ഡ്രോയിങ് നിങ്ങൾ പ്രൊഫഷണലായിട്ട് CAD ഡ്രോയിങ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് റഫായിട്ട് ഒരു പേപ്പറും പേനയും എടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ട സ്റ്റെയർ കേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. എൻ്റെ പ്രിയപ്പെട്ട മെറ്റൽ ഫാബ്രിക്കേഷൻ ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ്, നിങ്ങൾക്ക് ഈ മെഷർമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.